ഹായ് ഹലോ നമസ്തേ. കഫ്ലിസിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് വീണ്ടും ഒരിക്കൽ കൂടി എല്ലാവർക്കും ഹാർദമായ സ്വാഗതം. അപ്പൊ ഇന്നത്തെ നമ്മൾ എന്താണ്, രേഖാചിത്രത്തിന്റെ കുറച്ച് ഹിഡൻ ഡീറ്റെയിൽസ് ഇതൊക്കെയാണെന്ന് എല്ലാവരും കണ്ടിട്ടുണ്ടായിരിക്കുമല്ലോ. കാണാത്തൊരു വീഡിയോ കാണുന്നില്ല. സ്പെഷ്യൽ ആയിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ പറയാനുണ്ട്. അത് അത്രയും എഫേർട്ട് അതിനകത്തുണ്ട് ആ പടത്തിൽ. പലരും ശ്രദ്ധിച്ച കാര്യങ്ങളുണ്ടാവും, ശ്രദ്ധിക്കാത്ത കാര്യങ്ങളുണ്ടാവും. എന്തായാലും നമുക്ക് അതിലോട്ട് നോക്കാം. ഇതില് ഫസ്റ്റ് നമുക്ക് എവിടെ തുടങ്ങാം? അത് ടൈറ്റിൽ തന്നെ പറയാൻ പറ്റും. ടൈറ്റിൽ തന്നെ നമ്മൾ ശ്രദ്ധിച്ചറിയാം. രേഖാ ചിത്രം ഇങ്ങനെ പതിയെ എഴുതി കാണിക്കണത് തന്നെ ഒരു എന്താണ്, ഒരു രേഖാ ചിത്രം വരയ്ക്കണ പോലെയാണ് അല്ലേ? രേഖാ ചിത്രം ഇത് തന്നെ തെളിഞ്ഞിറങ്ങി വരുന്നത്. തെളിഞ്ഞു വരണം. ഒരു രേഖാചിത്രം ഒരാൾ വരയ്ക്കുന്ന ആ ഒരു രൂപത്തിലാണ് തെളിഞ്ഞു വരണം. രേഖയുടെ ചിത്രം വരയ്ക്കുന്നതെന്ന് പറയാം, അതുപോലെ തന്നെ രേഖയുടെ ചിത്രമാണെന്ന് പറയാം. രേഖയുടെ ചിത്രം, അതായത് സിനിമ എന്നുള്ള ചിത്രമാണെന്ന് പറയാം. അങ്ങനെ ഒരുപാട് ഡീറ്റെയിൽ അതിനകത്തുണ്ട്. പിന്നെ രണ്ടാമത് നമ്മൾ പറയുമ്പം എന്താണ്, രേഖാ ചിത്രം എന്ന സിനിമയിലേക്ക് വരുമ്പോ അതിനകത്ത് വരുന്ന സിദ്ദിഖിന്റെ ആദ്യത്തെ കുറച്ച് അതായത് സിദ്ദിഖ് എന്താണ് ആസിഫ് അലി രണ്ടുപേരും കൂടെ മലക്കപ്പാറയ്ക്ക് പോകുന്നതാണ് അപ്പുറത്തും ഇപ്പുറത്തോട്ട് കാണിക്കുന്നത്. അത് രണ്ടും ഒരേ ഹോട്ടലിൽ നിന്നാണ് അവര് അത് തന്നെ അവരിടയ്ക്ക് ഫുഡ് കഴിച്ചിട്ട് കൈ എഴുതുന്ന സീനുണ്ട്. അപ്പൊ അവര് ആസിഫ് അലി കപ്പ് കൊടുക്കണത് സിദ്ദിഖിനാണ്. അതെ, അത് ആലോചിച്ച് നോക്കണം. നമ്മള് ഇന്നൊരാൾക്ക് ഒരു അപരിചിതന് തന്നെ കൈ കൊടുത്ത് അയാള് മരിച്ചിട്ട് നമ്മൾ അയാളെ കേസ് അന്വേഷിക്കാൻ പോണത് അത് സ്വപ്നത്തിൽ പോലും വിചാരിക്കാത്ത ഒരു കാര്യത്തിലോട്ടാണ്. ആസിഫ് അലിക്ക് ഇപ്പോഴും അറിഞ്ഞുകൂടായിരിക്കും ഞാൻ അന്ന് കഴിച്ചപ്പോ കപ്പ് കൊടുത്ത ഈ മരിച്ച ആൾക്കാണെന്നേ. അത് തന്നെ. ഇതിപ്പോ നമ്മള് രണ്ട് സൈഡിൽ നോക്കുമ്പോ ഒരാളുടെ ജീവിതത്തിന്റെ എൻഡ്, ഒരാളുടെ ജീവിതത്തിന്റെ ഒരു വലിയ മാറ്റവും. ശരിയാണ്. ആസിഫ് അലി പുതിയൊരു ജീവിതത്തിലോട്ട് പോവുകയാണ്, ട്രാൻസ്ഫർ ഒക്കെ ആയിട്ട് മറ്റൊരു പുള്ളിയുടെ ഇമേജ് കാത്തു സൂക്ഷിക്കാനുള്ള ഒരു ഇമ്പോർട്ടന്റ് കേസായിട്ട് അത് മാറുമെന്ന് കപ്പ് കൊടുത്തു വിചാരിച്ചില്ല. അപ്പൊ സിദ്ദിഖ് ജീവിതം അവസാനിപ്പിക്കാൻ പോകുന്നു. അതങ്ങനെ ഒരു കേസ്. പിന്നെ നമ്മള് സിദ്ദിഖിന്റെ പിന്നെ അതിങ്ങനെ നോക്കുമ്പോ സിനിമയിൽ ഫസ്റ്റത്തെ ആ ഒരു ഷോട്ട്, മറ്റേ ആ ഷോട്ടിൽ തന്നെ നമ്മള് ആദ്യത്തെ മറ്റേ തുടക്കത്തിൽ ആ ഫോണ് നോക്കണ ആ ഷോട്ടുണ്ട്. ആ ഷോട്ടിനകത്ത് മറ്റേ സിദ്ദിഖിന്റെ ആ ഒരു കോണ്ടാക്ട് നോക്കുമ്പോ തന്നെ മറ്റേ ഭാര്യയും മോനും മാത്രമേ വിളിച്ചിട്ടുള്ളൂ. കുറെ അങ്ങോട്ടാണ് വിളിച്ചേക്കണത്. ഔട്ട് ഗോയിങ് കോളാണ് സംഭവം. ഇപ്പൊ വീട്ടുകാർക്ക് വലിയ താല്പര്യമില്ലാത്ത ഒരാളാണ്, അങ്ങോട്ട് മാത്രമേ വിളിക്കുന്നുള്ളൂ, ഇങ്ങോട്ട് ഒരു കോൾ പോലും വന്നിട്ടില്ല. പിന്നെ എന്താണ്, നാളെ ജീവൻ എടുക്കാനുള്ള ഒരു മനോഭാവത്തിലാണ് പുള്ളിയിരിക്കണം. അപ്പൊ ചിലപ്പോ അവസാന നിമിഷത്തില് ക്ഷമ പറയാനൊക്കെ ആയിരിക്കണം അങ്ങനത്തെ ഒരു ഹിഡൻ ഡീറ്റെയിൽസ് പറയാം. പക്ഷെ ഇതൊന്നും അല്ല ആക്ച്വലി. ഇനിയാണ് നമ്മള് ശരിക്കും എന്താണ് ആർട്ട് ടീമിന്റെ കുറെ വർക്കുകളുണ്ട്. ഇനിയാണ് ശരിക്കും ഇനിയാണ് നമ്മള് സത്യം പറഞ്ഞ ഒരു ഹിഡൻ ഡീറ്റെയിൽസിലോട്ട് പോണത്. കാതോട് സിനിമയും നമ്മുടെ രേഖാചിത്രവും ഇത് രണ്ടും തമ്മിലുള്ള നമുക്ക് ഒരുമിച്ച് കൊണ്ടുവരാൻ പറ്റുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. അത് നമുക്ക് എവിടെ നിന്ന് തുടങ്ങാൻ പറ്റും? അത് നമുക്ക് തുടങ്ങാം. മറ്റേ രേഖ ഇതിൽ അനശ്വരരാജന്റെ ആ ഒരു മറ്റേ ഇട്ടുണ്ട ഗൗൺ ഉണ്ടല്ലോ, മറ്റേ കന്യാസ്ത്രീ വേഷം. അത് പിന്നെ അതിനെക്കാട്ടി മുമ്പ് ആ സെറ്റ് സെറ്റ് ആ ഒരു പള്ളിയുടെ സെറ്റ് അത് ആദ്യം തുടങ്ങണം. ആ പള്ളിയുടെ ഒരു മറ്റേ സീൻ എടുത്താണ്. ഈ പള്ളിയുടെ ആ ഷോട്ട് നമ്മൾ നോക്കിക്കഴിഞ്ഞാലേ കാതോരം ആ സിനിമയ്ക്കകത്ത് ആ പള്ളിയുടെ ഷോട്ട് ആ സെയിം പള്ളിയുടെ റീക്രിയേറ്റ് ചെയ്യാൻ സെറ്റ് ഇട്ടല്ല, VFX സെറ്റ് എന്തുവാണെന്നാണ് പറഞ്ഞത്. അതായത് ഈ രേഖാചിത്രത്തില് അന്നത്തെ പള്ളി അതുപോലെ ഇവിടെ കാണിച്ചിട്ടുണ്ട്. ആ ഒരു സ്റ്റെപ്പും അവിടെ ഉള്ള പൂക്കൾ വരെ നോക്കിയാലും കറക്റ്റ് സെയിം ഉണ്ടാക്കിയിരിക്കുന്നത്. അത്രയും ഡീറ്റെയിൽ ആയിട്ട് ആ ഒരു സിനിമയും കണ്ട് ആ ഒരു സീന് ബൈ സീനായിട്ട് കട്ട് ചെയ്ത ഒരാൾക്ക് മാത്രമേ ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് ചെയ്യാൻ പറ്റും. ഇതിനകത്ത് തന്നെ ആസിഫ് അലി കയറി പോകുന്നതും എന്ന് പറഞ്ഞാൽ ഇപ്പൊ കട്ട് ചെയ്ത് ഈ കാലഘട്ടത്തിൽ വരുമ്പോ ആ പള്ളിയിലെ മാറ്റങ്ങളും എല്ലാം വെച്ചുകൊണ്ട് സിനിമയ്ക്കകത്ത് കാണിച്ചിട്ടുണ്ട് ഡയറക്ടർ. അപ്പൊ അതിന് എന്തായാലും വരാനുള്ളത്. പിന്നെ നമ്മൾ പറയാനുള്ളത് ആർട്ട് വർക്കിന്റെ കാര്യമാണ്. സ്റ്റേജിൽ ആ പാട്ട് നടക്കുമ്പോ സീൻ ബൈ സീനായിട്ട് ആ ഒരു ദേവദൂതർ പാടി എന്നുള്ള പാട്ടും ഈ രേഖ പാട്ടും കൂടെ നോക്കി അതിനകത്ത് ഓരോ ആൾക്കാരുടെ ഡ്രസ്സ് മുതൽ അവരുടെ ഹെയർ സ്റ്റൈല് ബലൂണിലെ കുത്തുകൾ വരെ കറക്റ്റ് ഡീറ്റെയിലിംഗിലാണ് കൊടുത്തേക്കുന്നത്. അതുപോലെ തന്നെ സ്റ്റേജിലും മറ്റേ ഡ്രം സെറ്റ് അതിനകത്തുണ്ട് റെഡ് കളറില്ല. ഇപ്പൊ നമ്മുടെ ഇന്ദ്രൻസ് ഈ ഭരതൻ സാറിനോടൊക്കെ ഇങ്ങനെ സംസാരിക്കുന്ന സമയത്ത്
ബാക്കിൽ കൂടെ ഇങ്ങനെ ഡ്രം സെറ്റ് ഒരു ആർട്ട് ടീമിലുള്ള ഒരാൾ ഇങ്ങനെ കൊണ്ടുപോകണം. അത് തന്നെ മറ്റേ ചുവന്ന ഡ്രംസ് അതിങ്ങനെ ബാക്കിൽ കൂടെ കൊണ്ടുപോകുന്ന വെറുതെ ഒന്ന് കാണിച്ചു പോവേ ഉള്ളൂ. അതിലൊരു ഡീറ്റെയിലിംഗും ഇല്ല, വെറുതെ നമ്മൾ കാണുമ്പോൾ ഒരാൾ ഇങ്ങനെ പോകുന്ന അത്രേ ഉള്ളൂ. പക്ഷെ അതുവരെ ആ സ്റ്റേജിൽ കറക്റ്റ് ആയിട്ട് വർക്ക് ആയി. ദേവദൂത പാട്ട് നോക്കിയാൽ ആ പാട്ടില് ഇതേ ഡ്രംസ് ഒറിജിനൽ വരുന്നുണ്ട്. അതൊരു വലിയ ഡീറ്റെയിലിംഗ്. പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ മറ്റേ അനശ്വരയുടെ ഡ്രസ്സ് കയറുന്നത്. ഇപ്പൊ മമ്മൂക്കയെ കാണാൻ വേണ്ടിട്ട് ഓടിപ്പോണ ടൈമിൽ ഡ്രസ്സ് കയറുന്നത്. അതില് നമ്മള് മമ്മൂക്കയുടെ കാതോട് കാതോരം ഇപ്പൊ കറക്റ്റ് ആയില്ലേ ആ സിനിമയില് നമ്മൾ നോക്കണ സമയത്ത് അതിനകത്ത് ഒരു കാറ്റാടി ഇതുണ്ട്, ഒരു പാട്ട് സീനില് മനസ്സിലായി കാണാം. ആ കാറ്റാടി അത് ആർട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ആ ടൈമിലാണ് അനശ്വരരാജ് പെട്ടെന്ന് മമ്മൂക്ക വന്നെന്ന് പറഞ്ഞ് ഓടിപ്പോകുന്നത്. അപ്പോഴാണ് കാറ്റാടിയുടെ ആർട്ട് വർക്ക് നടക്കുന്ന സമയത്താണ് അനശ്വരരാജ ഓടുന്നത്. അപ്പൊ ആ കാറ്റാടിയുടെ കമ്പി കൊണ്ടിട്ടാണ് ഡ്രസ്സ് കയറുന്നത്. അപ്പൊ അതില് വരെ എന്ന് പറഞ്ഞാൽ ഇത് കാലഘട്ടം നോക്കണം. അത് ഒരു വർഷം, അത് ഏത് വർഷമായിരുന്നു? 80 ഡൗട്ട് ഉണ്ട്. ആ കാലഘട്ടവും ഇപ്പൊ 2000 കട്ട് ചെയ്ത് 2024 വരുമ്പോ ഇത്ര ഈ ഡിഫറൻസിൽ അവര് ഇങ്ങനെ ഓരോ ഹിഡൻ ഡീറ്റെയിൽസ് നമുക്ക് നോക്കി എന്നുള്ളതാണ്, ഓരോ ഫ്രെയിം ബൈ ഫ്രെയിം ആയിട്ട്. പിന്നെ ഇപ്പൊ നമ്മൾ ഉണ്ടാക്കുമ്പോഴത്തേക്ക് ഇപ്പൊ ആ ഒരു മൂവിയിൽ അങ്ങനെ അത്രയും വലിയ ഡീറ്റെയിലിന്റെ ആവശ്യമില്ല. അവര് ഇങ്ങനെ ഓടി പോകുമ്പോഴത്തേക്കും വെറുതെ കീറുന്നു എന്ന് മാത്രമേ കാണിച്ചാൽ മതി. പക്ഷെ തിയേറ്ററിൽ കാണുമ്പോഴും നമുക്ക് അങ്ങനെ തോന്നുള്ളൂ. അങ്ങനെ നമ്മളങ്ങനെ ശ്രദ്ധിക്കൂല. പക്ഷെ ആ സിനിമ കണ്ടവരാണെങ്കിൽ അത് മനസ്സിലാവും. അങ്ങനെ ഒരു ഇത് കഥയും ഈ കഥയും പക്ഷെ എനിക്ക് പെട്ടെന്ന് മനസ്സിലായില്ല. പെട്ടെന്ന് അത് ആരും ശ്രദ്ധിക്കൂല. പക്ഷെ OTT വന്നതിന് ശേഷമാണ് എല്ലാവരും ഓരോ ഡീറ്റെയിലിംഗ് കണ്ടുപിടിച്ചു തുടങ്ങി. ഇങ്ങനെയാണ്. പിന്നെ നമ്മള് കാതോട് കാതോരം കാണാൻ വഴി മറ്റേ സ്റ്റേജ് സീനിൽ അത് വരുമ്പോ അനശ്വരരാജിനെ പോലെ തന്നെ ഒരു ഏകദേശം ആ ഒരു അതുപോലത്തെ ഒരു നടിയുണ്ട്. അപ്പൊ അത് ഒരു ഒന്നാമത്തെ കാര്യം. കമന്റ് ബോക്സ്, അത് ദേവദൂത പാടിയുടെ കമന്റ് ബോക്സിൽ അങ്ങനെ സൈഡ് ബോക്സ് വരുമ്പോഴത്തേക്ക് അനശ്വരരാജിനെ പോലെ ഇരിക്കുന്നുണ്ട്. കറക്റ്റ് ആയിട്ട് തോന്നുന്നു. പക്ഷെ ആ സ്റ്റേജിൽ നിൽക്കണ എല്ലാവരെയും ഈ രേഖാചിത്രത്തിലും കറക്റ്റ് അതുപോലെ തന്നെ പ്ലേസ് ചെയ്തിട്ടുണ്ട്. പിന്നെ മറ്റേ പിള്ളേർ ഇങ്ങനെ ക്രിസ്മസ് അപ്പം മാസ് വെച്ചിട്ട് പിള്ളേർ ചാടി വരുന്ന ഒരു സീന് പാട്ടിലുണ്ട്. അതേ ഇത് അതേ അവരിങ്ങനെ നടന്നൊക്കെ പോകുന്നത് അതേ രീതിക്ക് തന്നെയാണ് അവർ ചാടി വരുന്നതല്ല ഇട്ടേക്കുന്നുണ്ട്. പിന്നെ പിന്നെ പറയാനുള്ള മമ്മൂക്കട അത് പിന്നെ നമ്മൾ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. ഇത് ചെയ്തേക്കുന്ന ടിങ്കിൾ സൂര്യ അക്കൗണ്ടിൽ എടുത്തു നോക്കിയാൽ തന്നെ അറിയാം. മമ്മൂക്കയുടെ മാനറിസത്തിലുള്ള ഒരുപാട് വീഡിയോസ് അത് ആ പുള്ളിക്കും കൂടെ അതിനെ ക്രെഡിറ്റ് ഉണ്ട്. പിന്നെ തീർച്ചയായിട്ടും ആ ഒരു എന്താണ് ഫേസ് അതിന് വേണ്ടി ഫുൾ ക്ലീൻ ഷേവ് ചെയ്ത് കറക്റ്റ് ആ ലെവലിലാക്കി എല്ലാം സെറ്റ് ചെയ്ത് മാനറിസത്തിന്റെ ആ ഒരു ഇത് ഷർട്ട് ആദ്യം ആ ഷർട്ട് ഇങ്ങനെ താഴോട്ട് ഇടുന്നത്, കൈ ഇങ്ങനെ ഇറങ്ങുമ്പോഴത്തേക്കും ഇങ്ങനെ ഷർട്ട് ബാക്കിൽ അടുത്ത് ഇങ്ങനെ പുറത്തോട്ട് ഇടുന്നുണ്ട്. അത് മമ്മൂക്കയുടെ ഒരു സ്ഥിരം ടിപ്പിക്കൽ സ്റ്റൈലാണ്. ഇപ്പോഴും നിങ്ങൾ മമ്മൂക്കയുടെ ഇപ്പോഴത്തെ ട്രെൻഡിങ് വീഡിയോസ് ഒക്കെ നോക്കിയാൽ കാറിന്നൊക്കെ ഇറങ്ങി വരുമ്പോ ഇങ്ങനെ ഇട്ടിട്ട് ജസ്റ്റ് കൈ ഇങ്ങനെ ഒരു കാണിക്കുന്ന ഷോട്ട് ഉണ്ട്. അത് ഇപ്പോഴും അതുപോലെ തന്നെ മടക്കും, ഇടയ്ക്ക് ചിലപ്പോ ബാക്കിലൊക്കെ കിട്ടും മറ്റേ CV. അപ്പൊ ആ ഒരു സെറ്റപ്പ്, അപ്പൊ അത് നമ്മൾ എടുത്തു പറയേണ്ട ഒരു മാനറിസമാണ്. അത് തന്നെ അല്ല പണ്ട് നമ്മൾ പുള്ളിനെ ശ്രദ്ധിച്ചിട്ടുണ്ട്, പക്ഷെ ഇതാണെന്ന് നമ്മൾ അറിയണില്ലല്ലോ. അതാണ് ഒരു കറക്റ്റ് അത് തന്നെ മമ്മൂക്കയുടെ ഒരു മാനറിസം തന്നെയാണ് പുള്ളിക്ക്. പിന്നെ ഇപ്പൊ ഇയാള് ജോഫിൻ ടി ചാക്കോ, അതായത് നമ്മളെ ഡയറക്ടർ, പുള്ളി ഒഫീഷ്യലി ഇയാളുടെ ഇത് നമ്മളെന്താ ചെയ്യുന്നതിന് മുമ്പുള്ള ഫോട്ടോ പുറത്ത് വിട്ടിട്ടുണ്ട്. അത് തീർച്ചയായും. പിന്നെ ഇതില് പിന്നെ ഈ ഫോട്ടോയിൽ തന്നെ നമ്മൾ പറയാനുള്ളത് മറ്റേ ഇതില് ആ റിപ്പോർട്ടർ സിനിമ രേഖാചിത്രം TG രവി, അതില് മോനാണ് ആ റിപ്പോർട്ടർ ആയിട്ട് വരുന്നത്. ആ റിപ്പോർട്ടർ മമ്മൂക്ക എടുത്ത് ചോദ്യം ചോദിച്ചിട്ട് നമ്മൾ ഇങ്ങനെ ദേഷ്യപ്പെടുന്ന ആ ഒരു ഇത് കാലഘട്ടം കാണിക്കുന്നുണ്ട്. അതുപോലും എന്താണ് വിട്ടു പോവാത്ത രീതിയിൽ മോനെ കൊണ്ട് ചെറുപ്പകാലം ചെയ്ത് അങ്ങനെ പെർഫെക്റ്റ് കാസ്റ്റിംഗ് അതില് വന്ന്. പിന്നെ മറ്റേ ഇന്ദ്രൻസിനെ കൊല്ലുന്ന ഒരു സീന് അത് പറയാനുണ്ട്. അത് തന്നെ ആ കൊല്ലുന്ന സീൻ നോക്കുകയാണെങ്കിൽ മറ്റേ ബാത്ത് ഡബില് ഓടയിലെ വെള്ളം കൊണ്ടുവന്ന് ഓടയിലെ വെള്ളത്തിൽ നിൽക്കുകയാണ് കൊല്ലുന്നത്. അതൊരു എന്താണ് ഒരു കൺസ്ട്രക്ഷൻ നടക്കുന്ന ഒരു ബിൽഡിങ്ങിന്റെ ആ ഒരു സ്ഥലത്തു നിന്നാണ് നമുക്ക് ഇത് വരുന്നത്. അപ്പൊ അതൊരു പക്ഷേ ഈ ആലിസ് എന്ന് പറയുന്ന അവരെ പുതിയ ബിൽഡിംഗ് കൺസ്ട്രക്ഷന്റെ അവിടെ വെച്ചായിരിക്കാം സീനുണ്ട്. ആലിസ് കൺസ്ട്രക്ഷൻ എന്ന് പറഞ്ഞ ആ കൺസ്ട്രക്ഷനായിരിക്കാം ചിലപ്പോ ഇത് ഇന്ദ്രൻസിനെ കൊണ്ടുവന്ന് കൊന്നത് ആ ഒരു ഇത് വരാം. പിന്നെ അതിനകത്ത് നമ്മൾ പറയാനുള്ളത് മറ്റേ ഭരതൻ സാറിന്റെ കാസ്റ്റിംഗ്.
അത് അങ്ങനെ ഒരാളെന്ന് പറഞ്ഞാൽ പുള്ളിയുടെ മാനേഴ്സ് ഉണ്ട്, തലയിലൊക്കെ ഇങ്ങനെ കെട്ടിയിട്ട് എങ്ങനെയൊക്കെ നോക്കണം ആക്ഷൻ. പിന്നെ ഈ താടിയും എല്ലാം കറക്റ്റ് അത് തന്നെ പുള്ളി. ഇതില് നമുക്ക് എന്താണ് ഒരാളെ കമലിന്റെ കുട്ടിക്കാലം കാണിച്ച ആള്, ഇതിൽ ആരും ഒരു മിസ്കാസ്റ്റ് അല്ല, എല്ലാരും അവരേതായ ഉള്ളൊരു സ്ഥാനം ഇതിൽ അർഹിക്കുന്നുണ്ട് ആരും എല്ലാരും. അതാണ് അതിന്റെ ഒരു ഇത്. പിന്നെ ആലിസ് എന്ന് പറയുന്നത് എനിക്ക് ചെറിയൊരു മിസ്റ്റേക്ക് വന്നതെന്ന് വെച്ചാലേ, ഈ അവസാനം മറ്റേ കുഴിച്ചിടുന്ന സമയത്ത് മറ്റേ ക്രോസുകൾ വെച്ചേക്കില്ലേ, കുരിശുകൾ, അവിടെ ഉള്ള എല്ലാ കുരിശുകളും പുതിയതായിട്ട് കൊണ്ടുവച്ച വന്ന പോലെയാണ് ഇരിക്കുന്നത്. കുറച്ച് പഴയ ഒരു ഇതില്ല, അപ്പൊ പഴയതായിട്ടില്ല. അത് ഒരു കുറ്റമില്ല, പക്ഷെ എന്നാലും നമ്മളത് കുറച്ചുകൂടെ ഇത്രയും ശ്രദ്ധിച്ച ഒരാളെ ശ്രദ്ധിക്കുമ്പോൾ നമ്മൾ അതുകൂടെ ശ്രദ്ധിച്ചു പോകുമല്ലോ. അപ്പൊ ഇത് എടുത്തു പറയാനുള്ളത് ആരും മിസ്കാസ്റ്റ് അല്ല, എന്താണ് ഡയറക്ടറിന് വേണ്ടത് അതുപോലെ ഈ പടത്തിൽ കിട്ടിയിട്ടുണ്ട്. ഇങ്ങനെ ഒരു കഥ ചിന്തിച്ചെടുത്തത് എങ്ങനെയാണെന്നാണ് നമ്മള് കണക്ട് ചെയ്ത്. പിന്നെ ഒരു സിനിമ ഉണ്ടല്ലോ മറ്റേ നേരത്തെ പറഞ്ഞ അന്വേഷണം ടൈപ്പിലുള്ള മമ്മൂക്കയുടെ യവനിക, അതായത് കന്യാകുമാരിയില് ഇപ്പൊ ആര് രേഖ ഇവിടെ വരണ അനശ്വര രാജും എന്താണ് ഫാമിലി ആയിട്ട് ഇവിടെ വന്ന് താമസം മാറി. ആ ടൈമിലാണല്ലോ സിനിമയോടുള്ള ഒരു ഇഷ്ടം തോന്നി തുടങ്ങണത്. ആ ടൈമില് ഞാൻ ബുക്ക് എടുത്ത് വായിക്കണ ടൈമില് അതിൽ കാണും ആ സീനിലുണ്ട് എന്താണ് കെ ജെ ജോർജ്. ആ ജോർജുമായിട്ട് ഇങ്ങനെ മമ്മൂക്കയുടെ സിനിമയിൽ പുതുമുഖങ്ങളെ തേടുന്നു എന്നുള്ളൊരു പോസ്റ്റ് കണ്ടിട്ടാണ് ഒരു ഇത് തോന്നണത് ആദ്യമായിട്ട്. ഇതായിരിക്കാം യവനിക അതിനകത്താണ് ഇത്. പക്ഷെ യവനിക എന്നുള്ള സിനിമ നോക്കുകയാണെങ്കിൽ അതിനകത്തും ഇതുപോലൊരു അന്വേഷണം, അതിനകത്ത് വില്ലൻ എന്ന് പറയുന്ന റോൾ ഒരു സ്ത്രീ കഥാപാത്രമാണ്, സ്ത്രീ കഥാപാത്രമാണ്. അപ്പൊ അതിന്നും ഇൻസ്പയർ ചെയ്തോണ്ട് ആ ഒരു കാര്യം കൊണ്ട് രേഖ സിനിമയിലേക്ക് വന്നു, ഇങ്ങനെ ഒരു ഇതായി. അപ്പൊ ഇതിലും ഒരു എന്താണ് ലേഡി ക്യാരക്ടറാണ് വില്ലത്തി ആയിട്ട് വരുന്നത്. പിന്നെ യവനികയില് വേറൊരു കാഴ്ച, യവനിക ഫുള്ള് ഈ നാടകങ്ങളില്ലേ, നാടകങ്ങളുമായിട്ട് ഡിപ്പെൻഡ് ചെയ്തിട്ട് പോകുന്ന ഒരു കഥയാണ്. ആ കാലഘട്ടത്തിൽ നാടകങ്ങളാണല്ലോ ആ ഒരു ഇതായിട്ട് നിൽക്കണത്. അതേപോലെ രേഖാചിത്രത്തിൽ വരുമ്പം സിനിമകളുടെ കൂടെ ഉള്ള ഒരു കഥയാണ്. ഇടയില് തീർച്ചയായിട്ടും അത് എന്നാലും എത്രയൊക്കെ പറഞ്ഞാലും നമുക്കത് എന്താണ് ഒരുപാട് ആലോചന പോണ വഴി. അതെ, ആലോചിച്ച് എങ്ങനെ ഇത് കണക്ട് ചെയ്ത് എടുക്കണം എന്നാണ്. ഇത്രയും ഒരു കാലഘട്ടത്തില് എല്ലാം കണക്ട് ചെയ്ത് വന്ന് എന്താണ് കാസ്റ്റിംഗ് വരെ പെർഫെക്റ്റ് ആയ ഒരു പടം, AI വരെ. അതായത് നമ്മളിപ്പോ തമിഴിലും തെലുങ്കിലും ഇത്തരത്തിലുള്ള ഒരുപാട് പടങ്ങൾ കണ്ടു. പടങ്ങളെ പേരെടുത്ത് പറയണില്ല, ആ പടങ്ങള് അപ്പൊ പടങ്ങൾ അങ്ങനെ നോക്കുന്ന ടൈമിൽ നമ്മൾ അത്രയും കോടികൾ മുടക്കിയിട്ട് വരെ AI അത്രയും പെർഫെക്റ്റ് ആയിട്ടില്ല, പകുതി പോലും ആയിട്ടില്ല. പക്ഷെ ഇതിലേക്ക് നമ്മൾ നോക്കുമ്പോൾ നമ്മളെന്താണ് മമ്മൂക്കരെ AI വെച്ച് ചെയ്ത ആ ഒരു ക്യാരക്ടർ പെർഫെക്റ്റ് എന്നൊക്കെ പറഞ്ഞ നമ്മൾ സ്ക്രീനിൽ അങ്ങനെ അത് കണ്ടുപോകും. ഈ TG രവിയുടെ കുട്ടിക്കാലത്തുള്ള ആ ഒരു മറ്റേ ചോദ്യം ചോദിക്കുമ്പോഴത്തേക്കും മമ്മൂക്ക ചോദിക്കുന്ന പറയുന്ന സീനുണ്ട്, ഇങ്ങനെ കൈ ഇങ്ങനെ ആക്കിയിട്ട് ഇങ്ങനെ അത് കറക്റ്റ് ആക്ഷൻ, മമ്മൂക്കയുടെ ആക്ഷനാണ്, കറക്റ്റ് ആക്ഷൻ തോന്നുന്നു. അതാണ് അതായത് ടിങ്കിൾ സൂര്യ എന്ന് പറഞ്ഞ ആളുടെ കഴിവാണ്. അത്രയും മാനേഴ്സ് എങ്ങനെയാണോ ഒപ്പിയെടുത്ത് അതുപോലെ. പിന്നെ ഇതില് ഈ AI ക്യാരക്ടറിന്റെ പറയുമ്പോ തന്നെ നമ്മൾ ഇൻഡസ്ട്രീനെ പറ്റി പറയേണ്ടി വരും. മലയാള ഇൻഡസ്ട്രിയിൽ തന്നെ ഈ നമ്മൾ ഈ പൈസ കുറവാണെങ്കിൽ പോലും അത്രയും ടൈമിനുള്ളിൽ ഇത്രയും പെർഫെക്റ്റ് കൊണ്ടുവരുന്ന ആൾക്കാരുടെ ഒരുപാട് ടെക്നീഷ്യന്മാരുടെ കഴിവുകളുണ്ട്. അത് കുറെ ആൾക്കാർ തന്നെ പറഞ്ഞിട്ടുണ്ട്. അത്രയും ഇത്രയും കോടികൾ മുടക്കാതെ തന്നെ ഉള്ള പൈസക്ക് എങ്ങനെയൊക്കെ ഇത് വെച്ചുകൊണ്ട് നമ്മൾ ചെയ്തിട്ടുണ്ട്. അത് മറ്റേ 2018 സിനിമകളിലും അവരില്ല വെള്ളം നിറഞ്ഞ് മറ്റേ ഫുള്ളായിട്ട് വരണല്ലോ വീടുകളിലൊക്കെ കയറണം. അതൊക്കെ അവര് ഇത്ര നമ്മൾ നോക്കുമ്പോ ബഡ്ജറ്റ് വളരെ കുറവാണ് അതിനൊക്കെ, അതൊക്കെ ചെയ്ത്. അപ്പൊ അത് അവരിങ്ങനെ ചെയ്തെടുത്തെന്നുള്ളതാണ്. അപ്പൊ ഇതൊക്കെയാണ് അപ്പൊ രേഖാചിത്രം തന്നെ നമ്മുടെ ഇൻഡസ്ട്രിയിലെ ഒരു എന്താണ് വളരെ പോസിറ്റീവ് സൈഡിൽ നിൽക്കുന്ന ഒരു പടമായി മാറിക്കഴിഞ്ഞു. അപ്പൊ ഇതൊക്കെയാണ് ഹിഡൻ ഡീറ്റെയിൽസ്. അപ്പൊ ഇത്തരത്തിലുള്ള ഹിഡൻ ഡീറ്റെയിൽസ് അറിയാൻ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യൂ. അപ്പൊ പുതിയൊരു വിശേഷങ്ങളുമായി നമ്മൾ ഉടനെ വരും. അൻറ്റിൽ ദെൻ ലൈൻ കട്ട്. കുറെ ആയില്ലേ.